നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് വെള്ളിയാഴ്ച, പക്ഷേ ഇന്ന് മൊഹറമാണ്. അത് കാരണം ഇന്ന് മാർക്കറ്റ് ഇല്ല. അപ്പോൾ ഇന്ന് ചോദ്യം അതിൻ്റെ ഉത്തരവും നോക്കാം. നിങ്ങളെ ചോദ്യങ്ങൾ വിഷ്ണു ചോദിക്കും. ഇനി ഞാൻ ഉത്തരം പറയാം. നമസ്കാരം സർ, എല്ലാവർക്കും നമസ്കാരം. ആദ്യത്തെ ചോദ്യം, നിഫ്റ്റി 24,000 തിരികെയും ക്രോസ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞു പോകുന്ന 24,000-ന് 24,056 ആണ്. 24,001 എന്ന് പറയുവാണെങ്കിൽ കൂടെ ഞങ്ങൾ ആണ്ടിന്നാണ് സർ പറയും. പിന്നെ എന്താ ഇന്നലെ മാർക്കറ്റിൽ എന്താ എന്ത് പറയാൻ സർ? ഇന്ന് മൂടാതെ തുറന്നു വെച്ചിരുന്നാൽ എന്നായിരിക്കും ഇതായിട്ട് നടന്നിരിക്കും സർ. അങ്ങനെയെങ്കിൽ മാർക്കറ്റ് എവിടെ ഇരിക്കുന്നു? ഇന്ന് ഒരു വേഗ മാർക്കറ്റ് ഓപ്പൺ എങ്കിൽ 23,700 പോയിരിക്കുമല്ലേ സർ? ഓക്കെ സർ. ഇപ്പോൾ സംശയം എന്തെന്നാൽ മാർക്കറ്റ് ഇപ്പോൾ 24,000 ക്രോസ് ചെയ്ത് എന്ന് സന്തോഷിക്കാനാ, ഈ തിങ്കളാഴ്ച എങ്ങനെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവും എന്ന ഒരു പേടിയിലിരിക്കാനോ സർ? എന്തിനാണ് വിഷമിക്കണം? മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ. മാർക്കറ്റ് 23-ൻ്റെ അടുത്ത് വരും. ഇനല്ല 23-നെ ഉടയ്ക്കും. ശ്രമിക്കേണ്ട എന്നാണ് ചോദ്യം. സർ, 23 തിരികെ അത് ഉടയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് 1,000 പോയിന്റ് തിരികെ ഇറങ്ങും എന്ന് പറയുന്നു. ഡെഫിനറ്റ് ആയിട്ട് ഇറങ്ങും. അതെനിക്ക് എന്താണ് സംശയം? 1000 പോയിന്റ് കുറയുവാണെങ്കിൽ ഇപ്പൊ മുഖ്യമായ കമ്പനീസ്, അതായത് നമ്മളെ പട്ടാസ് ലിസ്റ്റിൽ ഇരിക്കുന്ന കമ്പനീസ് പറയുന്ന പി അറൌണ്ട് 12-13 പോകുന്ന പോലെയല്ലേ ഇരിക്കുന്നു. പോകും. എന്താണ് സംശയം? അതെല്ലാം ഞാൻ പറഞ്ഞു. 63 ടി സി എസ് കണ്ട നീ എന്താവും ചോദിച്ചു. 2000 കീഴിൽ പോയില്ലല്ലോ. 9 നോക്കണ്ടാമ ടി സി എസിന്. പോസിസിനെ ട്രിപ്പിൾ ഡിജിറ്റിൽ നോക്കണ്ടാമ നീ. പോസിസോ ടി സി എസോ 900 അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ ഡിജിറ്റിൽ നോക്കുന്നത് ഒരു ലഡ്ഡു പോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ? ഇതെന്നാ പറയുന്നത്? റെഡ് പോലത്തെ ഓപ്പർച്യൂണിറ്റിയാണ്. അതാണ് ടിഫിൻ കോഫിയിൽ ഇരിക്കാൻ പറയുന്നത്. ലഡ്ഡു പോലത്തെ ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഇരുന്നും ടിഫിൻ കോഫി എന്ന് പറയുന്നത് എന്താണ് സാർ ഇത്? പിന്നെ വേണം ബോസ്. നമ്മുടെ പ്രോബ്ലം ഫിക്സ് ആയില്ലല്ലോ. കടൻ വാങ്ങിയെങ്കിലും ഡോളർ വിൽക്കുമെന്ന് പറയുന്നല്ലേ. നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് എന്ത് ചോദ്യം എന്നാൽ, ഇപ്പൊ ബോസ്, ഈ ഫണ്ടമെന്റൽ എന്തെന്നാൽ നീ ഡോളർ സപ്ലൈ ചെയ്യൂല എന്ന് പറയണം. കടന്നു വാങ്ങിയെങ്കിലും ഡോളർ വിൽക്കും. വെള്ളക്കാരനെ വെളിയിൽ അയക്കും. ഇന്ന് ആ ഒരു നില തീർന്ന വരയ്ക്കും നമുക്ക് ബോട്ടം കാണാൻ പറ്റൂല. ബോട്ടം കണ്ടാൽ തന്നെ നമുക്ക് ഹാക്കി എടുക്കാൻ പറ്റും. പക്ഷെ ബോട്ടം ഫിഷിംഗ് ചെയ്യരുതെന്ന് പറയുന്നില്ല സർ, ക്യാച്ചിങ് ദി ഫാളിംഗ് എന്നല്ലേ പറയും. എന്നാ ഞാൻ പറയുന്നു, ഇത് ഫണ്ടമെന്റൽ ചേഞ്ച് ആയല്ലേ. അക്കും മിക്കലല്ല ഒരിടത്തിൽ ആ സൈഡ് പോയിക്കൊണ്ടല്ലേ ഇരിക്കുന്നു. എൻ്റെ അടുത്ത് 700 ബില്യൺ ഇരിക്കുന്നു. അവൻ 800 ബില്യൺ അസറ്റ് വെച്ചിരിക്കുന്നു. ഒരു വിറ്റോണ്ടേ ഇരിക്കുന്നു, നിങ്ങൾ വെളിയിൽ അയച്ചോണ്ടേ ഇരിക്കുന്നു. നിന്റെ അടുത്ത് ഖജാന കാലിയെങ്കിൽ നീ എന്ത് പറയും? NRI എടുത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ് ബോസ്. ഈ സർ, ഞാനേ നിങ്ങൾക്ക് ഹെഡ്ജിങ് കോസ്റ്റ് ഒക്കെ എടുക്കും എന്നൊക്കെ പറയും. ഡോളറിന് മാത്രം കയ്യിലെത്താ തുരുന്നിരിക്കുന്നു. അടൻ വാങ്ങി ഡോളർ വിൽക്കുന്നു എന്ന് ആര് പറയുന്നു? വന്ന് ഗവൺമെന്റ് ബോണ്ട്സിൽ 40,000 കോടി അവത്തിപ്പിരിക്കുന്നല്ലേ, ഡോളറിലല്ലേ സർ വന്നിരിക്കും. ഒരാൾ ഇട്ട് ബോസ്, ഫെയർഫാക്സിന് ഒരാൾ ഇട്ടു. ആ ഫെയർഫാക്സ് ആരെന്ന് പറഞ്ഞാൽ ഈ കാത്തറിൻ സിറിയൻ ബാങ്കിന്റെ ഓണറാണ്. പ്രേം വാസ്താൻ എന്നാണ് പേര്. എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ, അതായത് ഡൽഹിയിൽ നീ ഒരു 2 ബില്യൺ വാങ്ങ്. 40,000 കോടിയിൽ 20,000 കോടി അത് തന്നെ. 1 ബില്യൺ വാങ്ങി IDBI ബാങ്കിന് വിൽക്കാൻ നമ്മൾ വളരെ ശ്രമിക്കുന്നു. IDBI ഞങ്ങൾ തരാം. CSBനെ വന്നിട്ട്, അതായത് കാത്തലിക് സിറിയൻ ബാങ്കിനെ വന്ന് ഉദയ് കോത്തക്കിന് അടുത്ത് വിൽക്കണം. ഉദയ് കോത്തക്ക് വന്നിട്ട് ടേക്ക് ഓവറിന് റെഡി ആയിരിക്കുന്നു. വാല്യൂഷനിൽ ഏത് ബാങ്ക് കിട്ടിയാലും വാങ്ങുമെന്ന് 3-4 മുമ്പെയാണ് പറഞ്ഞിട്ടുള്ളത് സർ. അയാൾ പറഞ്ഞാ അതെ പോലെ 2 ബാങ്ക് വയ്ക്കാൻ പറ്റൂല. ഇപ്പൊ ഇവർക്ക് ഒരു വലിയ ബാങ്കിനാ ഒരു മേളിൽ ഒരു ഇൻട്രസ്റ്റ് ഇരിക്കുന്നില്ലേ പ്രേം ബസ്താക്കി. IDBI ബാങ്ക് ഇരിക്കുന്ന കാരണം ദാനം ചെയ്യാൻ റെഡി ആയിരിക്കുന്ന. ഇപ്പൊ വാങ്ങാൻ റെഡി ആയിരിക്കുന്നു എന്ന് പറഞ്ഞ കാരണം ഈ ന്യൂസിനെ പറയുന്ന നീയാ മനസ്സിലാക്കണം. ഒന്ന് കൊല്ലമായിട്ട് IDBI വിൽക്കാൻ നോക്കുന്നു, അതുകൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ല. മാസാരുടെ അടുത്ത് കാശിരിക്കുന്നു. കാത്തലിക് സിറിയനും ഇരിക്കുന്നു. A7 A8 ആയിരിക്കുന്ന ഉദയ് കോത്തക്കിന് ആ ബാങ്ക് വേണം. എന്നെ കൈമാറ്റി വിട്ട് അവൻ്റെ കാശിന് വെച്ച് നീ IDBIനെ വാങ്ങിയുണ്ട്. സാക്ക് 20,000 കോടിക്ക് നിങ്ങൾ ബോണ്ടിനെയും വാങ്ങിയെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കുമല്ലേ. ഒരു 5 ബില്യൺ 6 ബില്യൺ ഇത് വാങ്ങിയെന്ന് വെച്ചോ, ഇവർക്ക് എൻ്റെ കയ്യിൽ ഒരു 10 ബില്യൺ കിട്ടുമല്ലേ. ഓക്കെ ഫൈൻ സാർ, ഓക്കെ. ഇതുപോലെ ഇരിക്കാം എന്ന് ഞാൻ പറയുന്നു. ഇരുന്നും ഇതൊരു നല്ല സ്ട്രാറ്റജി അല്ലേ സാർ? നല്ല സ്ട്രാറ്റജി. നേരോ ഇന്ദിരാഗാന്ധി അങ്ങനെ ഇന്നൊന്ന് വിൽക്കാൻ അത് വിൽക്കാൻ എന്ത് ഇരിക്കുന്നു എന്ന് നോക്കുന്നു. അന്താനത്തിന്റെ ജോക്ക് കൊണ്ടിരിക്കും. വില പോകാതെ ഓട്ടത്തക്കാലത്ത് വിറ്റുകൊണ്ടിരിക്കുന്ന നാരായണ എന്ന് പറയണ പോലെ ഇരിക്കുന്നു സാർ. അത് ഒഴുങ്ങായിരുന്നത് ആ ഓട്ടം ഇല്ലാതെ തക്കളെ ആരാണ് LICയുടെ തലയിൽ കെട്ടിയത്? ഈസ് ദി മേജർ ഹോൾഡർ ഓഫ് IDBI സ്റ്റോക്ക് ആയിട്ട് ആര് മാറ്റിയത്? LIC കൊടുത്തു. ഞാൻ ഇത് കൊടുക്കാന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ അതിലൊരു മുതലാളി ആക്കുന്നു സാർ. അതിനെ സമ്മതിക്കുന്നില്ല. അപ്പൊ അവിടെ നീ ഏത് റേറ്റിലാണ് LIC വാങ്ങിയത്? ഇപ്പൊ ഏത് റേറ്റിലാണ് ഇരിക്കുന്നു? മകളാളിയാണ് പറ.
നല്ല ചോദ്യം സർ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം സർ. സർ അടുത്തത് സൗത്ത് കൊറിയ കോസ്പി 8% വിളിച്ചിരിക്കുന്നു സർ. ഞാൻ പറഞ്ഞത് ഇന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നമുക്ക് ഒരു പടം കാണിച്ചിരിക്കുകയാണ്. എന്താണ് റീസൺ സർ? മൈക്രോൺ നന്നായിട്ട് പെർഫോം ചെയ്ത്, പക്ഷെ ആപ്പിൾ ഇറങ്ങിയായിരുന്നു. ആപ്പിൾ പ്രൈസ് കേറ്റുന്നു എന്ന് പറഞ്ഞു. ഈ പ്രിഫേർഡ് കൺസ്യൂമർ ഗേജ് വന്ന് 4 കാലിനും പോകുന്നു. 3 ഇയർ ഹൈ ആണ്. പ്രിഫേർഡ് കൺസ്യൂമർ ഗേജ് എന്ന് പറയുന്നത് എന്താണ്? ഇതിപ്പോൾ ഇൻഷുറൻസിന് മെഷർ ചെയ്യാൻ പ്രിഫേർഡിന് ഇരിക്കുന്നതിലെ ബി എന്ന് പേര്. അത് കയറിയെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ കയറുമെന്നറിയാം. ആ ഗേജ് വന്നിട്ട് ഹാപ്പിയായി ഏറിയിരിക്കുന്നു. കെവിനും അഷോറുകേസ 2 കിട്ടാൻ അയത്താനും നോക്കുന്നു. മാർക്കറ്റ് ഇറങ്ങി. ആ സൈഡ് നോക്കിയാൽ അവിടെ ഗോൾഡും ഇങ്ങനെ ഇറങ്ങുന്നു. കാരണം എന്താകുന്നു വെച്ചാൽ നമ്മൾ 5.25 തന്നെ വച്ചിരിക്കും. എന്തെന്ന് വെച്ചാൽ നമ്മളെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നു ഡസ് നോട്ട് സി എ റേറ്റ് ഹൈക്ക് എന്ന് പറയുന്നു. എനിക്ക് 1.5% കേട്ടിയാൽ തന്നെ ഇവിടെ നിന്ന് ഡോളർ ഏറിപ്പോണ്ട വഴി ഈ ഹാക്കി എടുക്കാമെന്ന് ചോദിക്കുന്നു. எனவே നമ്മൾ കടം വാങ്ങിയാണ് ഡോളർ വിൽക്കുന്നു. അതെ. അവർ ഇൻട്രസ്റ്റ് റേറ്റിനെ കേട്ട് ഡോളർ ഇന്നും കോസ്റ്റ്ലി ആയിട്ട് മാറ്റും. വിൽക്കുന്ന ഡോളറും പോകും. ഇപ്പോൾ വാങ്ങുമെന്ന് ചോദിച്ചാൽ സാർ പറയണ നോക്കുമ്പോൾ ഈ വർഷം അവസാനമാണ് ദീപാവലി വെയിറ്റിംഗ് എന്ന് മനസ്സിലാക്കാമോ സർ? എപ്പോൾ ദീപാവലി വെയിറ്റിങ്ങോ അത് വരയ്ക്കും 1-2 എന്നിരിക്കാം. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഒരു ഓവറിന് 2 ബോൾ സിംഗിൾ അടിക്കുമ്പോൾ എവറി ബോൾ സിംഗിൾ ഡബിൾ എന്ന് ഓടുമെന്ന് പറയുന്നു. ഗോൾഡ് വന്നിട്ട് $4000 താഴെ പോയിക്കൊണ്ട് പിന്നെ തിരിച്ചും ഇബോണ്ട് ആയിരിക്കുന്നു. 380 വരയ്ക്കും പോവും. 8 വരയ്ക്കും പോകുമെന്ന പോയിന്റ് നിങ്ങൾ എടുക്കുന്നു അല്ലേ സർ? ഇപ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റിന് കയറ്റിയാൽ എന്താവും? ഓക്കെ ഫൈൻ. രൂപയിൽ എത്രയും പോകുമെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ രൂപ അങ്ങനെ ആണ്ടവനെ വിശ്വസിക്കണം. പക്ഷെ കൈവിട്ടു. ആണ്ടവൻ തന്നു, കൈയും വിട്ടു. രൂപ 105 പോയി എന്ന് വെച്ചോ, ഇമ്പാക്റ്റ് ഒന്നും ഇരിക്കൂല. സർ ബ്ലൂംബർഗിൽ ഒരു ന്യൂസ് വന്നായിരുന്നു. നീസ് ബാങ്ക്സിൽ വന്ന് റീറ്റെയിൽ ഗോൾഡിനെ സ്ട്രിക്റ്റ് ചെയ്യുന്നു. അതായത് കൂല അതുപോലത്തെ വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോംസിനെ കൊണ്ടുവരുന്നു. കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ? ക്ലോസ്ഡ് എക്കോണമി ഉണ്ടെല്ലാം വച്ചിരിക്കുന്നവരടുത്ത് നിന്ന് എടുക്കുമെന്ന് കൂടെ പറഞ്ഞു. ഗോൾഡ് പ്രൈസ് കണ്ണാപ്പിന്നമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാൽ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണ പോലെ അതുപോലത്തെ ഒരു ന്യൂസ് വായിച്ചായിരുന്നു. അതൊക്കെ ബാഡ് തിങ്സ്, അതൊക്കെ വച്ചിരിക്കരുതെന്ന് പറയും. ഇവരും കറൻസി വെച്ചുകൊണ്ടിട്ട് കറൻസി മാത്രം മതി എന്നാണ് പറയുന്നത്. ഇതിലൊരു സംശയമുണ്ട് സർ, അത് നോക്കിയാണ് പോകണമെന്ന്. അതിലെന്താണ് സംശയം? അങ്ങനെയാണ് പോകുന്നു. അടുത്തായിരുന്നു വാടറോണ് ഡിഫറൻസ്. ഒരു മണിക്ക് ന്യൂസ് നോക്കിക്കൊണ്ടേ ഇരി. നിങ്ങൾ നോക്കിയായി സാർ ITC വന്ന് ഇന്ന് 13% കയറാൻ പോസിബിലിറ്റീസ് ഇരിക്കുന്നു എന്ന് ബജാജ് ഗ്ലിംസസ് വന്ന് ടെക്നിക്കൽ അനാലിസിസ് തന്നിരിക്കുന്നു. 13% എന്ന് പറയുമ്പോൾ ഇന്ന് 200 ഇരുന്ന് 13% ഒക്കെ ഇരിക്കട്ടെ, ഇന്ന് കൺസിഡറബിൾ റേഞ്ചിലാണ് ഇരിക്കുന്നു. എന്താണ് പേടിക്കുന്നത്? ചില ആൾക്കാർ ഇപ്പം നോക്കിയെങ്കിൽ 1 ലക്ഷം രൂപ പോർട്ട്ഫോളിയോയിൽ അക്സിമേറ്റ് 60,000-70,000 ITC വെച്ചിരിക്കുന്നു സർ. അതുകൊണ്ട് എന്താണ് തെറ്റില്ലെന്നാ പറയുന്നത് സർ. ഞാൻ അറിഞ്ഞ ഒരു ചെറുക്കൻ പോർട്ട്ഫോളിയോ വെച്ചിരിക്കുന്നു. 3000 ഷെയർ IDFC, 3000 ഷെയർ ITC. ഇപ്പം കാശ് കിട്ടിയാലും 5 IDFC 5 ITC വാങ്ങും. ലോങ് ടേം നോക്ക് ബാസ്. അങ്ങനെന്ന് വെച്ചാൽ ഇത്ര വർഷമായിട്ട് ITC അതേ ലെവലിൽ ഇരിക്കുന്നല്ലേ സാർ അർത്ഥം? അവന്റെ 17 രൂപ വന്നുകൊണ്ടേയിരിക്കുന്നല്ലേ. ഇവിടൻ സ്റ്റോക്കാ പറയുന്നല്ലേ. അവർ വാങ്ങും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.